അപ്പൊ നല്ലൊരു ഐഡിയ. ഒരു പാട്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ലാസിനെ പിടിച്ച് പെട്ടിലാക്കി. വേറെ ഒന്നല്ല ഷൂട്ട് ചെയ്യാൻ സംഭവിക്കില്ല. കുറച്ച് ദിവസമായി എന്റെ ജാട മാത്രല്ല ഗൈസ്, പലതും കൂടിയിട്ടുണ്ട്. വാതിൽ തുറന്നപ്പോ പോക്കെ ഗൈസ്, എങ്ങോട്ടാ പോണെന്ന് ഐഡിയ ഇല്ല. അതുകൊണ്ട് നമ്മൾ പിടിച്ച് കെട്ടി അതിന്റെ ഉള്ളിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത്. ഇനി നമ്മളൊരു കിട്ടിക്കാഴ്ച ചലഞ്ചാണ് പ്ലാൻ ചെയ്തത്. സ്പിൻ വീൽ ചലഞ്ച്. നമ്മളെ സ്പിൻ വീൽ നമ്മളെ ടാബിലാണ്, നമ്മളെ ഐപാഡിലാണ് നമ്മളെ സ്പിൻ വീലൊക്കെ സെറ്റ് ചെയ്തത്. അതിൽ കുറെ വെറൈറ്റി ടൈപ്പ് ഓഫ് സംഭവങ്ങൾ അത് മാത്രമല്ല നമ്മളോട് സിരിയോട് ചോദിക്കും ഗൈസ്. സിരിയോട് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് ചലഞ്ച് അങ്ങനെ ജയിച്ചു. ഇതാണ് നമ്മുടെ സ്പിൻ വീൽ. കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ള സ്പിൻ വീൽ. ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ കറങ്ങും കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് നിൽക്കി കഴിഞ്ഞാലാണ് ആ സംഭവം നമ്മൾ ചെയ്യേണ്ടി വരും. കണ്ടില്ലേ, ഇതിപ്പോ എന്താ വന്നത് ഞങ്ങളെ എന്താ വന്നത് വായിക്കും, മേക്കപ്പ് യുവർ ഒപ്പോണൻസ്. അതായത് ഞാൻ എന്നെ മേക്കപ്പ് ചെയ്യണം ഞങ്ങളെ. ഇത് പൊളിക്ക് ആ മുഖം ഒന്ന് കാണിച്ചിട്ട്. അതുപോലെ തന്നെ നമുക്ക് സിരിനോട് ചോദിക്കാനും കൈ കാണിച്ചുതരാം. ഹേ സിരി, ഗിവ് മീ എ ചലഞ്ച്. Make up your opponent. മേക്കപ്പ് യുവർ ഒപ്പോണന്റ് സെലക്ട് ചെയ്ത് വെച്ചോണ്ടാണ് അതെല്ലാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് അതിൽ ഓരോന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കട്ടോ. ഇതിൽ ഒരുപാട് സംഭവം ഉണ്ട്. അതായത് എഗ്ഗിന്റെ വൈറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. 5 മണിക്കൂറിൽ കാറിൽ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ചാലഞ്ച് ഒക്കെ ഉണ്ട്. 5 മണിക്കൂർ 5 ഗ്ലാസ് വെള്ളം. അതുപോലെ 5 മണിക്കൂർ VR ഹെഡ്സെറ്റ് വെച്ച് ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. ഏതൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എന്താ പറയാ പോട പട്ടി എന്ന് പറയാം. അങ്ങനത്തെ ഒരുപാട് കിടിക്കായ സംഭവങ്ങൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് ആരംഭിക്കാമല്ലോ. ഇയാളെ നമ്മുടെ ഡ്യൂട്ടിയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. സോ ഓൾ ദി ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ് വെച്ചാൽ നടക്കോളൂ. ഒരുപാട് പണികൾ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിന്. സോ സ്റ്റാർട്ട് ചെയ്തോ. റെഡി 1 2 3. അത് സിമ്പിൾ ആണല്ലോ. കഴിഞ്ഞാൽ 5 ഗ്ലാസ് വെള്ളം കുടിക്കാൻ. ഇതിപ്പോ എല്ലാ സംഭവം ഉമ്മനാണ് ഹെൽപ്പ് ചെയ്തത്. സോ ഉമ്മ വെള്ളം കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നത്. 5 ഗ്ലാസ് വെള്ളം ഡ്യൂട്ടി ഇതാക്കണ. ഗ്ലാസും കുപ്പിയൊക്കെ എടുത്ത് വരുന്നുണ്ട് കുഞ്ഞോളെ. റെഡി അല്ലേ? വേഗം കുടിച്ചോ. ഒന്നാമത്തെ ഗ്ലാസ് എന്താ കുടിക്കണേ? പെട്ടെന്ന് കുടിക്കണം കുഞ്ഞോളെ, പെട്ടെന്ന് കുടിക്കണം. സ്പീഡ് കുടിക്ക്. എന്താ കള്ളട്ടാ കുടിക്കണേ? ഗതപ്പോ ഡ്യൂട്ടി ഇതാക്കുന്ന ലാസ്റ്റ് കപ്പ് ഓഫ് വാട്ടർ, ലാസ്റ്റ് ഗ്ലാസ് വാട്ടർ ആണ് കുടിച്ചോണ്ടിരിക്കണേ കുഞ്ഞുമോളെ. ഓക്കെ മതി സെറ്റ്. കുടിച്ചിട്ടോ, മൊത്തം കുടിച്ചു സെറ്റ്. യെസ്, നമ്മുടെ ഡ്യൂട്ടി വെള്ളം കുടിച്ച് എന്തൊക്കെയാണ് ഭയങ്കര എന്തൊക്കെയാണ്. വെള്ളമല്ല കുഞ്ഞോളെ, അടുത്ത ഞാനാണ് കേസ്. ഞാൻ അടുത്ത ക്ലിക്ക് ചെയ്യാൻ പോണ. റെഡി 1 2 അപ്പള ഡ്യൂട്ടി നമുക്ക് അപ്പൊ ചോക്ലേറ്റ് തരാൻ പോവാണ്. എവിടെ നിന്നൊക്കെ എന്തൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സോ എനിക്ക് എക്സ്പ്രഷൻ കൊടുത്തതാണ്. ചോക്ലേറ്റ് ഗിവ് മീ. ലോലിപോപ്പ് ഇതുവരെ തീർന്നില്ലടി. ഒരു കോലുമിഠായി വാങ്ങിക്കൊടുത്ത എന്താ ഗതികേട്. 200 രൂപ ഓൾ ഷോപ്പിൽ നിന്ന് ഒരു കോലുമിഠായി വെച്ച് 200 രൂപ. എനിക്ക് വീഡിയോ കഴിയുന്നതിന് മുമ്പ് ചോക്ലേറ്റ് വാങ്ങി തന്നോണ്ടി. ഓക്കെ, ഡ്യൂട്ടി ആണ്. അടുത്ത് ഇതാക്കാൻ റെഡി ആയിട്ടുണ്ട്. മറക്കണ്ട, എന്റെ ചോക്ലേറ്റ് മറക്കണ്ട. ഓക്കെ, എന്താണ് 30 സെക്കൻഡ് കരയണം. 30 സെക്കൻഡ് കരയണം ഗൈസ്. 30 സെക്കൻഡ് ഡ്യൂട്ടി നിർത്താതെ കരയണം. ചെയ്തേ പറ്റൂ. ലെറ്റ്സ് ഗോ. റെഡി 1 2 3. കരയൂ. 30 സെക്കൻഡ് കരയൂ. കരയടി. സ്റ്റാർട്ട്. ഇത് ചിരിക്കലാണ്. കരയാൻ പറഞ്ഞ കരഞ്ഞോ അല്ലെ കരയിപ്പിക്കൂ. എന്താ ഗൈസ്, പേപ്പട്ടി കരയുന്നു.
ഡ്യൂഡിന്റെ കരച്ചിൽ കേട്ട് കരഞ്ഞു പോയ ഞാൻ. വളരെ വിയേർഡായിട്ടൊരു കരച്ചിലായിരുന്നു. ഓക്കെ, ഏതായാലും അത് ഇനി ഉണ്ടാവില്ലല്ലോ, അതാണ് പോയി കിട്ടില്ലോ. എനിക്കൊരു പേടിണ്ടായില്ല കിട്ടുമെന്ന്. സോ അടുത്ത് നോക്കാം. ലെറ്റ്സ് ഗോ. ബ്ലിപ്പ്. ഞാൻ 30 സെക്കൻഡ് ചിരിക്കണ കേസ്. ഞാൻ ചിരിക്കും. ഈ രണ്ട് സംഭവം ഇങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് അറിയാം കേട്ടോ. സാധാരണ ഇടവിട്ടിട്ടാണ്. ഓക്കെ, ഇനി ഞാൻ റെഡിയാക്കാൻ പോകും. 30 സെക്കൻഡ്. റെഡി? 1 2 3. ഇത് ചിരി. എനിക്കിത് കണ്ടിട്ട് യാതൊരു ചിരി വരുന്നില്ല. ഇത് കരിയാണ്. ഇതൊക്കെ എന്ത് ചിരിക്കണ? ഞാൻ നല്ല രീതിയിൽ ചിരിച്ചിന് കേസ്. എനിക്ക് 5 out of 5 തന്നെ. അടുത്ത നമ്മുടെ ഡ്യൂഡിയാണ്. ഇനി ചിരിക്കരുത് പ്ലീസ്. ഞാൻ ഡോണ്ട് ഡിസ്റ്റർബ് യു. ഓക്കെ, യാ. സിംഗ് എ സോങ്. കുഞ്ഞു, നിന്റെ പാട്ട് കേൾക്കാൻ. ഓ മൈ ഗോഡ് ഗയ്സ്, ഡ്യൂഡിക്ക് പാട്ട് പാടാൻ ഞങ്ങൾ സ്റ്റേജ് വരെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്റെ ബെഡൊക്കെ എടുത്ത് വെക്കണ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ തരാം. ഡ്യൂഡി, യു ഹാവ് ദ ചോയ്സ് ബ്രോ. സിംഗ് എ സോങ്. അടുത്തതായി വേദിയിൽ ആരംഭിക്കാൻ പോകുന്നത് അൺബോക്സിംഗ് ഡ്യൂഡി എന്ന് പറയുന്ന വ്യക്തിയുടെ പാട്ടാണ്. ലോകത്ത് ഇത്രയും വെറുപ്പിക്കുന്ന ഒരു പാട്ടാണ് ജീവിതം കേട്ടില്ലേ? നല്ലൊരു പാട്ടാണ്. അത് ഇത്രയും വെറുപ്പ് കെട്ടായിട്ട് പാട്. ആ പാട്ടിന് എനിക്ക് കിട്ടണമെങ്കിൽ ഇന്ന് ഇവിടെ ഒരു അത്ഭുതം തന്നെ സംഭവിച്ചത്. അപ്പൊ നമ്മൾ വീണ്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം. അതങ്ങനെയാണ്. ഐപാഡ് വരാൻ മനസ്സിലായത്. റെഡി? 1 2 റെഡി? യാ. Spill water to your opponent. വാട്ടർ കുടിച്ചിട്ട് തുപ്പല്ലേ? സോറി ഗൈസ്, സ്പില്ലല്ല, സ്പിറ്റ് ആണ് തുപ്പ എന്ന് പറഞ്ഞത്. ഓക്കെ, സ്പില്ല് നമ്മളെ ചിന്തയായിരുന്നു. സോ ഡ്യൂഡി റെഡി അല്ലേ? ക്ലാസ് ഒക്കെ വെള്ളമൊക്കെ ഡ്യൂഡിയുടെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കും. ഡ്യൂട്ടി കുഞ്ഞുമോളെ റെഡി അല്ലേ? 3 എന്ന് പറയുമ്പോ ഇത് വെള്ളാടി. ഓക്കെ, 3 എന്ന് പറയുമ്പോ കേട്ടോ. ആ ഇല്ലടി, മൂക്ക ഫേസ് കാണിച്ചോ, ചവിട്ടി വിട്ടു. ഫേസ് കാണിച്ചോ. മോത്തായോ? 3 എന്ന് പറഞ്ഞു ഫസ്റ്റ്. അതൊക്കെ ഞാനെങ്ങനെ ഓടിയായിരുന്നു. ഡ്യൂഡിക്ക് എന്തോ മാനസികമായിട്ട് എന്തൊക്കെ പ്രശ്നം തോന്നുന്നു. ഞാൻ എന്തൊക്കെ ചെയ്ത്? എനിക്കൊന്നും വരുന്നില്ലല്ലോ, മൊത്തം പണി അനക്കാണല്ലോ. തൊട്ടോ നോക്കാം. Oh shit. ഗയ്സ്, കട്ട് ചെയ്യാതെ എന്റെ മുടിയല്ല, ഇക്കന്റെ മുടിയാണ്. ഗയ്സ്, അങ്ങനെ ഞാൻ ഇക്കന്റെ മുടി കട്ട് ചെയ്യാൻ പോയി ട്രിമ്മർ ഉപയോഗിച്ച് കമ്പ് ഇങ്ങനെ ആക്കട്ടെ. ഇക്ക മുട്ട അടിച്ചെന്നാ പിന്നെ മുടി നല്ലപോലെ വളരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. കുറച്ച് കട്ട് ചെയ്തല്ലേ? കുറച്ച് എന്റെ ഇഷ്ടാണ്. നീ അതിന് ഇത്ര കിലോന് അത്ര ഗ്രാമൊന്നും കൊടുത്തില്ലല്ലോ. ഓക്കെ, ഇത് പിടിച്ച് ഞാൻ കട്ട് ചെയ്യട്ടെ. ഇതെന്താക്ക മുടി ബാക്കില്? എവിടെന്നാ ഞാൻ തുടങ്ങണ്ടേ? എന്റെ കഴുത്തൊന്നും കാണുന്നില്ല മുടി കാരണം. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കുറച്ച് വരുള്ളൂ. നോക്കി പറ്റടിക്ക് വന്ന്. നീ എവിടെ കട്ട് ചെയ്ത്? ഇത്രയും വലിയ മുടി പഠിച്ചോനെ. ഇത് പാച്ച് മാർക്ക് ചെയ്തെന്നില്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വമാണ്. ഞാനൊരു ഇത്തിരി വെട്ടമാണെങ്കിൽ പിടിച്ചു കൊടുത്ത് ഇവിടുന്നില്ല. ഇവിടെ തന്നെ എടുത്ത് തരാം. അവിടെ ഉണ്ടാവണം കേട്ടോ. ശരിയാക്കി തരാം. ഞാൻ ആപ്പിൾ പെൻസിലുണ്ട്. ചിലപ്പോ ആപ്പിൾ പെൻസിലാക്കി എന്റെ ഭാഗ്യം ഒളിഞ്ഞിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല ഡ്യൂഡി. സോ റെഡി? 1 2 3. 1 minute dance. നമുക്ക് മേലോട്ട് നമ്മള് സ്റ്റേജിലേക്ക് പോവാം. വരൂ. അപ്പൊ ഗയ്സ്, നമ്മള് ഡ്യൂഡ് സ്റ്റേജിൽ കേറിയിട്ടുണ്ട്. അപ്പൊ പാട്ട് കണ്ടിക്ക. പാട്ട് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടാവും.
പേടിക്കുന്നത്. ഞാൻ പറയാം സ്കിപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ, സ്കിപ്പ് ചെയ്യാൻ അതിൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ ഓപ്ഷൻ. സോ ഡാൻസ് കളിക്കില്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. I am a disco dancer. രാത്രി ശുഭരാത്രി കളിക്കാതെ പറ്റുന്ന പിന്നെ കളിക്കേണ്ടി വരും. രാത്രി ശുഭരാത്രി നീ കളിക്കാണ് പറഞ്ഞേ. രാത്രി ശുഭരാത്രി. എന്നോട് ചിക്കൻ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്. അത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള പാട്ട്. ചിക്കൻ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്, ചിക്കൻ നൂഡിൽസ്. ഡാൻസിങ് നടക്കില്ല ഗൈസ്. ഐ ഹേറ്റ് ഡാൻസ്. അങ്ങനെ പറയരുത്, എനിക്ക് കഴിയാത്തോണ്ടാണ് പറഞ്ഞത്. ഡ്യൂഡിന്റെ ഡാൻസ് കിഴിലുണ്ട്, പക്ഷെ അതിന്റെ അടുത്ത് ലാസ്റ്റ് എന്റെ ഡാൻസ് ഇഷ്ടമല്ലാന്ന്. അങ്ങനെ ഡാൻസ് കളിക്കാൻ അറിയില്ല, അങ്ങനെയാണ് പറയണ്ടേ. എനിക്ക് അറിയില്ല. ഞാൻ മൈക്കിൾ ജാക്സൺ ഒക്കെ ഒപ്പരം കളിച്ച പഴയ ഉള്ളൂ. റെഡി ഡ്യൂഡി? റെഡി. ഇനി പണികൾ ഏറ്റു മേടിക്കാൻ ഞാൻ ഉണ്ടിക്കാം. ലെറ്റ്സ് ഗോ. വാ. ഓക്കേ. അപ്ലോഡ് ഫോട്ടോ ഇൻസ്റ്റഗ്രാമാണ് കൊടുത്തു നോക്കുക. അതായത് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ 5 മിനിറ്റിനുള്ളിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ ഡ്യൂട്ടിയുടെ സിമ്പിൾ. അല്ല ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ഇപ്പൊ അപ്ലോഡ് ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഇപ്പം റൈറ്റ് നൗ അപ്ലോഡ് ഇറ്റ് നൗ. യെസ്, ഇതിപ്പോ ഡ്യൂട്ടി ഇതാക്കണം. ഇപ്പമല്ല, വീഡിയോ തന്നെ ഒരു പിക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇതെന്താ പൊത്തിച്ച്? അല്ലെങ്കിൽ ഊളല്ല കുഞ്ഞാളെ. ഇത് ഞാൻ ശരിക്കും അപ്ലോഡ് ചെയ്യാൻ വെച്ച പിക്കല്ല സംഭവം. അപ്ലോഡ് ചെയ്യും. ഗതപ്പതാക്കണ ഡ്യൂട്ടി ആ ഒരു സംഭവം കൊടുത്തിരിക്കുകയാണ്, പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വരട്ടെ 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 വരട്ടെ. ഇനിയിപ്പോ ലൈക്കിന്റെ തൃശ്ശൂർ പൂരായിക്ക് ഡബിൾ ടാപ്പ്. യു ചലഞ്ച് ഈസ് ഡൺ ബ്രോ. കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗയ്സ്. പിന്നെ ഇൻസ്റ്റാഗ്രാം പോയി ഫോളോ ചെയ്യുക. അത് വേണ്ട, അത് വേണ്ട. ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞ സാലിയ കേട്ടി 1.5 ലക്ഷം സബ്സ്ക്രൈബ് അല്ലെ ഫോളോവേഴ്സ്. ഓക്കേ, മതി മതി. പൊന്നോ, അല്ല എനിക്ക് എന്തോ സമാധാനക്കേടാ. നല്ലൊരു പണി വരട്ടെ. എന്താണത്? എന്താണ്? പണി കിട്ടി, പണി കിട്ടി, പണി കിട്ടി, പണി കിട്ടി. എന്താ ചലഞ്ച് ഡ്യൂട്ടി കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എന്റെ കാലുമേല് സോക്സ് ഇടും അല്ലെ? എന്റെ കാലുമേല് ഞാൻ സോക്സ് ഇടും. അത് ഡ്യൂട്ടി കൈ യൂസ് ചെയ്യാതെ പല്ല് കൊണ്ട് കടിച്ച് അങ്ങനാണ്. അത് അങ്ങനത്തെ പല്ല് കൊണ്ട് എന്റെ കാലുമത്തെ സോക്സ് അവൾ ഊരിയെടുക്കണം. ദാറ്റ്സ് എ ചലഞ്ച് ആൻഡ് അക്സെപ്റ്റഡ്. ഗയ്സ്, അപ്പൊ എന്റെ സോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമോളെ റെഡി അല്ലേ? റെഡി അല്ലേ? മോളെ എമ്മാതിരി തള്ളിട്ട്, എമ്മാതിരി തള്ളിട്ട് ഡ്യൂട്ടി ഇതാക്കണ്ട. കൈ യൂസ് ചെയ്യരുത്. റെഡ് കളറില്ലേ, അത് കടിച്ചു വലിച്ചോട്. അങ്ങനെ വലിച്ചാൽ കിട്ടൂല. അപ്പൊ കാലിന്റെ വരല് വേദന ആയിക്കോളൂ. ഡ്യൂട്ടി ഇതാക്കണ പിടിച്ച് വലിക്കുന്നുണ്ട്. കൈ ടച്ച് ചെയ്യരുത്. കൈ നല്ല റൈഡ്. കാല് കടിക്കരുത്, കാല് കടിക്കാൻ പാടുള്ളതല്ല. ഒരു വിയേർഡായിട്ടുള്ള വല്ലാത്തൊരു ചലഞ്ചായി പോയി. ഇത് സ്ഥിരമായിക്കോളും, ഇങ്ങനെ പേടിക്കണ്ട. സോക്സ് കാലിലെ വായനൊക്കെ. ഇന്റെ മോളെ, എന്റെ മോളെ, നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. കുഞ്ഞോ, അത് ടെററായി, ഒന്നും പറയല്ല. സോറി, 1 2 3. മേക്കപ്പ് മേക്കപ്പ് സെറ്റ് അങ്ങോട്ട് പോണ്ട. അവിടെ പോകുന്നില്ല. ഒന്ന് പരിപ്പിക്ക്, ഇങ്ങനെ പരിപ്പിക്ക്. അതിന് ഈ കാണുന്നുണ്ട് എവിടെ? ഇത് നല്ല വൃത്തി ചെയ്തിട്ടുണ്ട്.
ആ അയ്യിടണ്ടാവോണ്ടിട്ടാണ് വാലി അതൊന്നും വേണ്ടിയിരുന്നു മതിയോ അപ്പൊ ഇതാണ് നമ്മുടെ ഡ്യൂഡിന്റെ പുതിയ സ്റ്റൈൽ. നല്ല രസമുണ്ട് ചേട്ടാ. ഇന്നത്തെ ചാലഞ്ച് ഇത്ര ഉള്ളു. ഇനി ചാലഞ്ച് ചെയ്യാൻ നിന്നാ ഡ്യൂഡി എന്നെ പെട്ടിയിലാക്കാൻ മതി. കാരണം ഡ്യൂഡിന്റെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഡ്യൂഡിക്ക് ടെററാണ്. കുഞ്ഞുമോളെ ഞാൻ പോട്ടെ. ഇനി ചാലഞ്ചിന് ഞാൻ ഇല്ല. സോ നാളെ വൈകുന്നേരം 5 മണിക്ക് വേറെ കിടക്കാഴ്ച